വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി വനിതാ കൂട്ടായ്മകളുടെ ജീവിതത്തിലൂടെ ന്യൂസ് 18 നടത്തിയ യാത്രയാണ് വരും മണിക്കൂറിൽ സ്റ്റോറിയായി കഥകളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. നീതിയെ പുണരാം. വനിതാ ദിനം വ്യത്യസ്തമാക്കി വയനാട്ടിലെ വനിതാ സംഘം. വയനാട് മേപ്പാടി ചേമ്പ്ര പീക്കിലേക്കാണ് വനിതാ യൂട്യൂബേഴ്സും ബ്ലോഗർമാരും വനിതാ മാധ്യമ പ്രവർത്തകരും ട്രക്കിംഗ് നടത്തിയത്. സൗത്ത് വയനാട് DFO ഷജ്ന കരീമിന്റെ നേതൃത്വത്തിലായിരുന്നു ട്രക്കിംഗ്. രാവിലെ താഴ്വാരത്തു നിന്നും വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പതിയെ ഉയരങ്ങളിലേക്ക് കയ്യിൽ കരുതിയ വെള്ളം കുടിച്ചും പഴങ്ങൾ കഴിച്ചും ഹൃദയ തടാകം ലക്ഷ്യം വെച്ച് നീങ്ങി. പ്രതീക്ഷിച്ചതും നേരത്തെ ചെമ്പ്രമല മുകളിലെത്തിയതിന്റെ സന്തോഷവും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കയറിയ ചെമ്പ്ര പീക്ക് അടിപൊളി ഒരു വൈബായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ആദ്യമേ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു. എന്നാലും ആ കാഴ്ചകൾ കണ്ടുകണ്ട് മേളിലോട്ട് പോകുന്തോറും നമുക്ക് അത് മനോഹരമായ ഈ കാഴ്ചകൾ ഈ സീനിയർ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും മേള് വരെ പോയത്. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചത്. ഹൃദയ തടാകത്തെ വലം വെച്ച് ക്യാമ്പംഗങ്ങൾ ഉയരങ്ങളിൽ നിന്ന് താഴ്വര കാഴ്ചകൾ കണ്ടു. കുട്ടികളുമായി ചെമ്പ്രമല കയറുവരും കൂട്ടത്തിലുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് കയറുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. കുട്ടിനെയും കൊണ്ടൊക്കെ കയറുന്ന സമയത്ത് അവര് പറയുന്നുണ്ടായിരുന്നു കുട്ടിനെയും കൊണ്ട് കയറേണ്ട, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത്ര ഒരു ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഓരോ 5 മിനിറ്റ്സ് നിർത്തിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറി കാണേണ്ട ഒരു വ്യൂ തന്നെയാണ്. അടിപൊളി സ്പോട്ടാണ് സീരിയസ്ലി. ചെമ്പ്രയിലെ കാഴ്ചകൾക്ക് ശേഷം കാന്തൻപാറ വെള്ളച്ചാട്ടവും കണ്ട ശേഷമാണ് സംഘം മടങ്ങിയത്. ന്യൂസ് 18 വയനാട്. ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയം കൈവരിച്ച ശോഭ ജയനെ ഇനി പരിചയപ്പെടാം. കടലിനെയും കരയെയും ചേർത്തുവെച്ച് സ്വന്തമായി ഉപജീവനം കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. വയനാട് ഒഴക്കൊടി മക്കിക്കൊല്ലി സ്വദേശിയാണ് ശോഭ ജയൻ. വയനാട് മാനന്തവാടിയിൽ നിന്നും കൊയിലാണ്ടി വരെ ഗുഡ്സ് ഓട്ടോറിക്ഷയും ഓടിച്ച് അവിടെ നിന്നും നല്ല മത്സ്യങ്ങൾ എത്തിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ് മാനന്തവാടി ഒഴക്കോടിയിലെ ശോഭ. ആദ്യം 23 കസ്റ്റമേഴ്സിൽ തുടങ്ങി ഇപ്പോൾ 500-ലധികം സ്ഥിരം ആവശ്യക്കാരുണ്ട്. ഓർഡറുകൾ അനുസരിച്ചും അല്ലാതെയും 10-ൽ പരം മത്സ്യങ്ങളാണ് എത്തിച്ചു നൽകുന്നത്. വർഷങ്ങളായി ഭർത്താവ് ജയൻ മത്സ്യക്കച്ചവടം നടത്തിയിട്ടും ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രയാസമായിരുന്നു. തുടർന്നാണ് ശോഭയും കച്ചവടത്തിന് ഒപ്പം കൂടിയത്. ഭർത്താവിൻ്റെയും മക്കളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വണ്ടി ഓടിച്ച് പോയി മീനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. തോണിക്കാരുടെയും വഞ്ചിക്കാരുടെയും മീൻ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ബോട്ടിൻ്റെയും വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരുന്ന മീനുകളൊന്നും എടുക്കാറില്ല. ഏതൊരു സ്ത്രീക്കും എന്തിനു സാധിക്കും എന്നുള്ള അവരുടെ മനോധൈര്യവും ബലവുമാണ്. ഒരു സ്ത്രീ ഇറങ്ങി തിരിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഒരുപാട് വിജയങ്ങളിലെത്താം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ പുതിയ രീതിയിൽ തുടങ്ങിയ മത്സ്യക്കച്ചവടം മികച്ച വിജയമാണ്. ശോഭയ്ക്ക് പിന്തുണയുമായി ഭർത്താവ് ജയനും മക്കളുമുണ്ട്. ഒഴിവു സമയങ്ങളിൽ അമ്മയെ സഹായിക്കാനും ഓർഡറുകൾ എടുക്കുവാനും മക്കളും മുൻപന്തിയിലാണ്. ന്യൂസ് 18 വയനാട്. വനിതകൾ സ്വയം തൊഴിലിനെ കുറിച്ച് ആലോചിച്ചു പോലും തുടങ്ങാത്ത കാലത്ത് തന്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയർന്ന രാധാംബികയെ പരിചയപ്പെടാം. ശാരീരിക പരിമിതികളെ പോലും മറികടന്ന് ബഹിരാകാശ കമ്പനികൾക്ക് വേണ്ടി സർക്യൂട്ട് ബോർഡ് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് രാധാംബിക. സ്വയം സംരംഭങ്ങളെക്കുറിച്ച് സ്ത്രീകൾ ആലോചിച്ചു പോലും തുടങ്ങുന്നതിന് മുൻപ് ശാരീരിക പരിമിതികൾ മറികടന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ സംരംഭകയായി തല ഉയർത്തി നിന്നു രാധാംബിക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്കൂളിലെല്ലാം പോകുമ്പോൾ എല്ലാവരും കളിയാണ്, എല്ലാം വിളിച്ച് കളിയാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ +2 വരെ എങ്ങനെയെങ്കിലും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നപ്പോഴാണ്
അച്ഛനും അമ്മയ്ക്കും നമ്മളൊരു ബുദ്ധിമുട്ട്, അവർക്ക് എപ്പോഴും ഒരു ദുഃഖം തന്നെ. നമ്മളെ കാര്യം ഓർത്ത് ഇനി ഇവളെന്ത് ഇവ കെട്ടി അയക്കാൻ പറ്റില്ല, അങ്ങനെയല്ല എപ്പോഴും അവർക്കൊരു ദുഃഖമാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹാൻഡിക്യാപ്ഡ് സെൻ്ററായ 4ാം തരം വൊക്കേഷൻ റിഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നൊരു കാർഡ് വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ തൊഴിലില്ലാങ്കർക്ക് തൊഴിൽ പരിശീലനം ഉണ്ട്. അങ്ങനെ അവിടെ പോയപ്പോഴാണ് നമ്മളെ പോലെ കുട്ടികൾ ധാരാളം ഉണ്ട്. അപ്പം മനസ്സിനൊരു സമാധാനം. മറ്റത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരമായിരുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കളിയാക്കാൻ പിന്നെ മുട്ടി പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് നടക്കുമ്പോൾ ഒന്ന് വിളയും ചെയ്യും. അപ്പം അതെല്ലാം ബുദ്ധിമുട്ടാണ്. അവിടെ വന്നപ്പം നമ്മളെ പോലെ കുട്ടികളെ കണ്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസം. താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ തന്റെ സഹപ്രവർത്തകർക്കുണ്ടാകാതിരിക്കാൻ അങ്ങനെ താങ്ങും തണലുമായി. കുട്ടികളെ എടുക്കുമ്പോഴേ ഞാൻ പറയും, നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ലതായാൽ വീട്ടുകാർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവാതിരിക്കുള്ളൂ. അപ്പം അങ്ങനെ ഹാൻഡിക്യാപ്ഡ് തന്നെ അധികം എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ഹാൻഡിക്യാപ്ഡിന് എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഹെൽപ്പിന് ഒരാൾ വേണം. അതുകൊണ്ട് ഇപ്പം ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഒട്ടും വൈകിയില്ല. ഒരുപാടധികം അംഗീകാരങ്ങൾ രാധാംബികയെ തേടിയെത്തി. പ്രിന്റഡ് സർക്യൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന ISROയുടെയും VSSCയുടെയും പുറം കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്ന സംരംഭത്തിന് 1983 തുടക്കം കുറിച്ച രാധാംബികയ്ക്ക് ഇന്ന് 63 വയസ്സുണ്ട്. നമ്മൾ ആരും എന്ത് ജോലി ചെയ്യണമെന്ന് നമുക്കൊരു തീരുമാനം എടുത്ത് അതിലോട്ട് മുന്നോട്ട് പോയാൽ വിജയിക്കാൻ പറ്റും. എൻ്റെ അന്ന് നമുക്കൊരു സഹായം ഇല്ലായിരുന്നു. തൻ്റെയോടത്തോടെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴുള്ള പിള്ളേർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ച് നിൽക്കണം. മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ ചാഞ്ചാവടാതിരുന്ന പ്രശ്നമില്ല. പരിഹാസവും പരിമിതികളും ചിറകുകളാക്കി രാധാംബിക പറന്നുയർന്നത് തന്റെ സ്വപ്നങ്ങളിലേക്കാണ്. ഇന്നത്തെ കാലത്ത് സ്വപ്നം കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും രാധാംബിക പ്രചോദനവും മാതൃകയുമാണ്. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. പിതാവ് മരിച്ചതോടെ 20ാമത്തെ വയസ്സിൽ ഹിന്ദുസ്ഥാൻ ലിവർ ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിയായതാണ് കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശിനി വിദ്യ രമേശ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറായ വിദ്യയാണ് കോഴിക്കോട്, വയനാട് ജില്ലകളിലേക്കുള്ള മൊത്തം ഉൽപ്പന്നങ്ങളുടെയും വിതരണ ചുമതലക്കാരി. അപ്രതീക്ഷിതമായിരുന്നു പിതാവിന്റെ വിയോഗം. വിദ്യ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നു. സഹോദരൻ വിഘ്നേഷ് 10ാം തരം വിദ്യാർത്ഥിയും. ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും പിതാവ് രമേഷിന്റെ ബിസിനസ് നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ ഹിന്ദുസ്ഥാൻ ലിവർ ഉൽപ്പന്നങ്ങളുടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറായി വിദ്യ രമേഷ്. പലചരക്ക് കട മുതൽ സൂപ്പർ മാർക്കറ്റുകൾ വരെ 2500 ഷോപ്പുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ ചുമതല ഇപ്പോൾ വിദ്യയ്ക്കാണ്. ഐ തിങ്ക് ബീങ് എൻ ഓൺട്രപ്രണർ ഹാവ് മേഡ് ബി എ ബെറ്റർ പേഴ്സൺ. കാരണം ആ രീതിയിലുള്ള നമുക്ക് ചാലഞ്ചസ് ആണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആക്കി. ഐ തിങ്ക് ലൈഫിനോടുള്ളൊരു പെർസ്പെക്റ്റീവ് തന്നെ ഒരു മാറിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 100 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് 26-കാരിയായ വിദ്യയുടെ കീഴിൽ. പ്രതിമാസം കോടികളാണ് ടേൺ ഓവർ. ജോലിക്കാരിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. സ്ത്രീയായാലും പുരുഷനായാലും തുല്യ ജോലിക്ക് തുല്യ വേതനം. അതാണ് വിദ്യയുടെ ലൈൻ. അമ്മ ജയന്തി എന്തിനും ഒപ്പമുണ്ട്. ഭർത്താവ് രാജുകൃഷ്ണയുടെ പിന്തുണയും. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. എല്ലാ സ്ത്രീകളുടെയും ആവശ്യങ്ങളെയും അവർക്ക് ലഭിക്കേണ്ട നീതിയെയും നമുക്ക് തുല്യനിലയിൽ അളന്നെടുക്കുവാൻ സാധിക്കുകയില്ല. ജാതിപരമായ, മതപരമായ, വംശപരമായ, വർഗപരമായ, ഭാഷാപരമായ, ലിംഗപരമായ, കാലാവസ്ഥാപരമായ, ഭൂമിശാസ്ത്രപരമായ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടാണ് ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്നത്. നീതി അവളെ പുൽകുന്നതാവട്ടെ ഇത്തവണത്തെ വനിതാ ദിനം കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ വനിതാ ദിനം മുന്നോട്ട് വെക്കുന്ന എംപ്രൈസ് ഇക്വിറ്റിയെയും ഞാനും ഹൃദയം കൊണ്ട് പുൽകുന്നു. ആ ഗാഠ ആലിംഗനം എല്ലാവരിലേക്കും എത്തിക്കുവാൻ കൂട്ടുചേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും
വനിതാ ദിന ആശംസകൾ. കിലോമീറ്ററുകൾ താണ്ടി ആവശ്യക്കാരിലേക്ക് സ്വയം പാകം ചെയ്ത പലഹാരങ്ങൾ എത്തിച്ചു നൽകുകയാണ് ഒരു വീട്ടമ്മ. ഇരുമ്പിലിയം പുറമണ്ണൂരിലെ സുചിത്രയാണ് സ്വാദൂറും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത്. സ്കൂട്ടറിൽ യാത്ര ചെയ്താണ് ഇതെല്ലാം വിൽക്കുന്നത്. അതിരാവിലെ വീട്ടുജോലികൾ തീർത്ത സുചിത്ര തന്റെ സ്പെഷ്യൽ ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള ഉണ്ണിയപ്പം, അരിയുണ്ട, ശർക്കര ഉപ്പേരി തുടങ്ങിയവ പാകം ചെയ്യാൻ തുടങ്ങും. മനസ്സും സമയവും എല്ലാം പിന്നെ സുചിത്ര ഇതിനായി മാറ്റിവെക്കും. അതുമാത്രമല്ല, താനുണ്ടാക്കിയ വിഭവങ്ങൾക്കെല്ലാം കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ടാകും ഓരോ ദിക്കിലും. ഇവരിലേക്കെല്ലാം തയ്യാറാക്കിയ വിഭവങ്ങൾ കൃത്യസമയത്ത് എത്തിക്കണം. അതിനായി സുചിത്ര തന്റെ സ്കൂട്ടറിൽ യാത്ര ആരംഭിക്കും. മഞ്ചേരി, മലപ്പുറം, തിരൂര്, പൊന്നാനി, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പട്ടാമ്പി ഇവിടങ്ങളിലൊക്കെ ഗവൺമെൻറ് ഓഫീസുകൾ, കോടതികൾ, ഗവൺമെൻറ് ഓഫീസുകളിലാണ് പോവാറ്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന സ്കൂളുകളിൽ പോവാറുണ്ട്. എടരിക്കോട്, അങ്ങനെ എല്ലാ സ്കൂളുകളിലും എത്താറുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി കോടതികൾ, സ്കൂളുകൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാമാണ് സുചിത്ര ഇവയെ എത്തിക്കുന്നത്. സ്ഥിരമായി വാങ്ങുന്നവർ ഒരു ദിവസം സുചിത്രയെ കണ്ടില്ലെങ്കിൽ വിളിച്ച് പരിഭവം പറയും. അതുകൊണ്ട് നിശ്ചിത ദിവസം കൊണ്ട് ഓരോ പ്രദേശങ്ങളിലും സുചിത്ര ഓടി നടന്നാണ് ഇവയെ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ സാധനങ്ങൾക്ക് വില കൂട്ടുക, ആവശ്യക്കാർക്ക് വില അല്ല വിഷയം, നല്ല സാധനം വിപണിയിൽ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ് അവര് വില അല്ല വിഷയം, സാധനം നന്നായി കൊടുക്കുക എന്നുള്ളതാണ്. 8 വർഷമായി സുചിത്ര ശ്രീകൃഷ്ണ ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ആവശ്യ വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. സാമ്പാർ പൊടി, രസപ്പൊടി, ചമ്മന്തിപ്പൊടി എന്നിവയും സുചിത്ര തയ്യാറാക്കി നൽകുന്നുണ്ട്. സ്കൂളുകളിൽ വാർഷിക പരിപാടികളിലും ഓണക്കിറ്റുകളിലും സുചിത്രയുടെ പലഹാരങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എല്ലാ സ്ത്രീകളും തൊഴിൽ മേഖലയിൽ മുന്നോട്ട് വരണമെന്നുമാണ് സുചിത്രയ്ക്ക് പറയാനുള്ളത്. ലാഭമാണ്. എന്താ വെച്ചാൽ നമ്മൾ മെനക്കെടണം, അധ്വാനിക്കുന്നവർക്ക് മാത്രം തന്നെ പറ്റുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല, വിപണനം നമുക്ക് നിർബന്ധമാണ്. അപ്പൊ അതിന് നമ്മൾ ഇറങ്ങുന്നെ വേണം, വീട്ടിലിരുന്നു കൊണ്ടൊന്നും നടക്കില്ല. വിലക്കയറ്റം വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടെങ്കിലും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊടുത്താൽ വില നോക്കാതെ ആവശ്യക്കാർ കൂടെയുണ്ടാകുമെന്നാണ് സുചിത്രയുടെ പക്ഷം. ഭർത്താവ് രാജേഷും അമ്മയും വീട്ടുകാരുമെല്ലാം സുചിത്രയുടെ കൂടെ പിന്തുണയുമായുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇടവേള. മദ്യവർജനത്തിന് വേണ്ടി സ്വന്തം നാട്ടിൽ സമരം നയിച്ച ഒരു ആദിവാസി മുത്തശ്ശിയെ പറ്റിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വയനാട്ടിൽ നിന്ന് പറയാനുള്ളത്. വയനാട് പയ്യമ്പള്ളി പണിയ കോളനിയിലെ മാക്ക എന്ന ആദിവാസി മുത്തശ്ശിയെ പരിചയപ്പെടാം. ഇത് വയനാട് പയ്യമ്പള്ളി പണിയ കോളനിയിലെ മാക്ക എന്ന ആദിവാസി മുത്തശ്ശി. 2016 മുതൽ വർഷങ്ങൾ നീണ്ട മദ്യവിരുദ്ധ സമരം നടത്തിയ പോരാളിയാണിവർ. സ്ത്രീകൾ മാത്രമുള്ള സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കോളനിയിലെ വെള്ളയും മാക്കയുമാണ്. 2 ആദിവാസി വീട്ടമ്മമാർ നടത്തിയ സമരമെന്ന നിലയ്ക്ക് അതന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കോളനിയിലെ വ്യാപക മദ്യപാനവും രോഗങ്ങളും മരണങ്ങളുമാണ് അവരെ കോളനിക്ക് അടുത്ത പ്രദേശത്തുള്ള വിദേശ മദ്യ ഷോപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ പ്രേരണയായത്. വർഷങ്ങൾക്കിപ്പുറവും പ്രായാധിക്യമുണ്ടെങ്കിലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണിവർ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വെള്ള എന്ന് പറഞ്ഞ അവള് പിന്നെ 26 വയസ്സിലാണ് അവള് ഭർത്താവ് മരിക്കുന്നത്. ആ സമയത്താണ് ഈ മദ്യപാനം കൊണ്ടാണ് അയാൾ മരിക്കുന്നത്. മദ്യപാനം എപ്പോഴും ഫുൾ മദ്യപാനമായിരുന്നു. അങ്ങനെയാണ് അവന് മരിച്ചത്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ അതേമാതിരി തന്നെ മകൻ മദ്യപിക്കും, ഭർത്താവ് മദ്യപാനം, പിന്നെ എൻ്റെ മക്കൾ 2 മദ്യപാനായിരുന്നു. അങ്ങനെ ഒരാളും മരിച്ചു, ഏറ്റവും ഇളയതാണ് മരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിട്ട് ആ സമരം തുടങ്ങാനുള്ള കാരണം. നല്ല കർഷക തൊഴിലാളികളായ ആദിവാസി വിഭാഗങ്ങൾക്ക് ദൈനംദിനം ലഭിക്കുന്ന കൂലിപ്പണം ഏറെയും മദ്യഷോപ്പുകളിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. കോവിഡ് കാലത്തെ മദ്യനിയന്ത്രണം ഉൾപ്പെടെ കോളനികളിൽ വലിയ ആശ്വാസം കൊണ്ടെത്തിച്ചതായി മുത്തശ്ശി പറയുന്നു. കൊറോണ കാലത്ത് നല്ല അനുഭവമായിരുന്നു. 3 മാസം ബിവറേജ് പൂട്ടിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളനിയിൽ കുടുംബത്തിൽ മക്കളും ഭാര്യ, ഭർത്താക്കന്മാർ, കുട്ടികൾ ഇവരൊക്കെ നല്ല സൗഹൃദമായിട്ടുള്ള ജീവിതമായിരുന്നു. ഒക്കെ അന്ന് കിട്ടിയ ഇടയ്ക്കൊക്കെ പണിക്ക് പോകായിരുന്നു. കിട്ടുന്ന തുക, ആ പൈസ കൂലി, പണിക്ക് പോയി കഴിഞ്ഞിട്ടുള്ള കൂലി അത് കൊണ്ടുവന്ന് വീട്ടിൽ ചെലവഴിക്കുമായിരുന്നു. ജില്ലയിലെ ആദിവാസി ഊരുകളിൽ കൃത്യമായ രീതിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും
മറ്റ് നിരീക്ഷണങ്ങളും നടത്തിയില്ലെങ്കിൽ പുതുതലമുറ ഉൾപ്പെടെ പലവിധ ലഹരികൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ലഹരിക്കെതിരെയുള്ള സമരപോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് മാക്കി എന്ന ഗോത്രമുത്തശ്ശി പറഞ്ഞു തരുന്ന പാഠം. ന്യൂസ് 18 വയനാട്. ഫോട്ടോഗ്രാഫി രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വനിതാ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാം. പത്തനംതിട്ട കോന്നി സ്വദേശിനി സിന്ധു 18 വർഷമായി ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ചിട്ട് സ്വന്തമായി സ്റ്റുഡിയോ ഉള്ള സിന്ധു വിദേശത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ലാണ് സിന്ധു ഫോട്ടോഗ്രാഫി രംഗത്ത് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു തൊഴിൽ പഠിക്കണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നീടാണ് ഫോട്ടോഗ്രാഫി സ്ഥിര വരുമാനമുള്ള തൊഴിലായി സ്വീകരിക്കുന്നത്. പുരുഷന്മാരുടെ കുത്തകയായ മേഖലയിലെത്തിയത് യാദൃച്ഛികമായിട്ടായിരുന്നെങ്കിലും സിന്ധു പതറിയില്ല. കോന്നിയിൽ സ്വന്തമായി ഒരു സ്ഥാപനവും തുടങ്ങി. കല്യാണ ആൽബങ്ങളും പൊതുപരിപാടികളും സ്ഥിരമായി ക്യാമറയിൽ ഒപ്പിയെടുത്തതോടെ ഫോട്ടോഗ്രാഫി ജീവിതമാർഗമാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും ഈ പ്രൊഫഷൻ പഠിക്കണമെന്നോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നില്ല. അവിചാരിതമായിട്ട് മനോജിൻ്റെ അടുത്ത് പോയി അങ്ങനെ പഠിച്ച് അത് പിന്നൊരു പ്രൊഫഷനായിട്ട് അതൊരു ജീവിതമാർഗമായിട്ട് കണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാനത്. ഫോട്ടോ എടുക്കുന്നത് മുതൽ ആൽബം ഡിസൈനിങ് വരെയുള്ള ജോലികൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന മേഖലയിൽ കൂടുതൽ വനിതകൾ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും സിന്ധു പറയുന്നു. ഒരു 10-15 വർഷം മുന്നേ ആൾക്കാർ ഇതിനെ ഒരു പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കുന്നത്, അപ്പോൾ അതൊരു ആണുങ്ങളെ കുത്തകയായിട്ടല്ല കണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ഒരു വേർതിരിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആൾക്കാർ ഏകദേശം അതിനെ രണ്ട് സൈഡും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ കൂടുതൽ പിന്തുണ നൽകുന്നത് സഹപ്രവർത്തകരായ പുരുഷന്മാരാണ്. നൂതന സാങ്കേതിക വിദ്യകൾ സഹപ്രവർത്തകരിൽ നിന്നാണ് പഠിച്ചെടുത്തത്. ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവുമാണ് വനിതാ ഫോട്ടോഗ്രാഫറെ മുന്നോട്ട് നയിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണത്തിലൂടെ ജീവിതം കടഞ്ഞെടുത്തിരിക്കുകയാണ് നിലമ്പൂർ കൊളക്കണ്ടം സ്വദേശിനി വിജയകുമാരി. മൺപാത്രങ്ങൾ വിപണിയിലെത്തിച്ച് വിജയ മാതൃകയാവുകയാണ് വിജയകുമാരി. നിലമ്പൂർ അരുവാക്കോട്ടെ കളിമൺ പാത്ര നിർമ്മാണം സംസ്ഥാനത്ത് തന്നെ ഏറെ പ്രശസ്തമാണ്. കളിമണ്ണിന്റെ ക്ഷാമവും ഈ മേഖലയിലേക്ക് പുതുതലമുറ കടന്നുവരാൻ മടിക്കുന്നതും മൂലം ഈ മേഖല പ്രതിസന്ധി നേരിടുമ്പോഴാണ് തളരാത്ത മനസ്സുമായി വിജയകുമാരിയും സഹപ്രവർത്തകരും വേറിട്ട മാതൃക തീർക്കുന്നത്. 1.5 പതിറ്റാണ്ട് മുൻപാണ് വിജയകുമാരി മൺപാത്ര നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് ഏതുതരം മൺപാത്രമാണ് വേണ്ടതെന്ന് അറിഞ്ഞാണ് അതത് പ്രദേശത്തെ മൺപാത്രങ്ങളുടെ വിൽപ്പന നടത്തുന്നത്. നിലമ്പൂരിലെ മായം കലരാത്ത കളിമണ്ണിൽ മെനഞ്ഞെടുക്കുന്ന മൺപാത്രങ്ങൾക്ക് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. മീൻകറി വയ്ക്കാനുള്ള മൺപാത്രങ്ങൾക്ക് കേരളത്തിന്റെ തെക്കൻ മേഖലകളിൽ വരെ ഉപഭോക്താക്കളുണ്ട്. വ്യവസായ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ വായ്പ എടുത്താണ് കുളക്കണ്ടത്തെ 20 സെന്റിൽ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് ഇവർ നടത്തുന്നത്. 3 വനിതാ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 11 വനിതകൾ അടങ്ങുന്ന യൂണിറ്റിന്റെ അമരത്താണ് വിജയകുമാരി. 2007 മുതൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പ്രതിസന്ധികളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരാത്തതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ആളുകൾ കുറേ ട്രെയിനിങ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറേ ആളുകൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലൊരു വർക്കാണ്. പ്രകൃതിക്കിണങ്ങിയ പാത്രങ്ങൾ കെമിക്കലൊന്നുമില്ല നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. കുറേ ആളുകൾക്ക് ഇത് അവർക്ക് നല്ല പാത്രങ്ങൾ കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ അവരെ കൈകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിനാണ് ഞാൻ അധികം ശ്രമിക്കുന്നത്. കളിമണ്ണിൽ തീർത്ത വിവിധ ദൈവങ്ങളുടെ ടെറാക്കോട്ട മ്യൂറൽ ചിത്രങ്ങളും ഇവരുണ്ടാക്കുന്നുണ്ട്. യേശുദേവന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഗണപതിയുടെയും ഉൾപ്പെടെ കളിമണ്ണിൽ തീർത്ത രൂപങ്ങൾ ഇവിടെ തയ്യാറാണ്. ഭർത്താവ് അനിൽകുമാർ, മക്കളായ അഖിൽ, നിഖിൽ, അഞ്ജലി എന്നിവരുടെ പിന്തുണയാണ് വിജയകുമാരിക്ക് ഈ മേഖലയിൽ മുന്നോട്ടു പോകാൻ ഊർജമാകുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടവേള. ജീവൻ കയ്യിലെടുത്തോടുന്ന ആംബുലൻസിലും ലോഡുമായി ഇഴഞ്ഞു നീങ്ങുന്ന ട്രക്കിലും ക്ഷമയേറെ വേണ്ട ഡ്രൈവിംഗ് പരിശീലന വാഹനത്തിലുമെല്ലാം ഒരുപോലെ ജോലി ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മലപ്പുറം എടപ്പാളിൽ ഇതെല്ലാം 5th ഗിയറിലിട്ട് വണ്ടി ഓടിക്കുന്നത്ര സുഖകരമായി ചെയ്യുന്ന ഒരാളുണ്ട്. സഫിയ അബൂബക്കർ.
ചീറിപ്പായുന്ന ആംബുലൻസിന്റെ അമരത്ത് സഫിയയെ കാണുമ്പോൾ എടപ്പാളുകാർ അല്ലാത്തവർ ചിലപ്പോഴൊന്ന് അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ ഇന്നാട്ടുകാർക്ക് ഇതൊരു സാധാരണ കാര്യമാണിപ്പോൾ. 17 കൊല്ലമായി ഡ്രൈവിംഗ് പരിശീലന രംഗത്തുള്ള സഫിയ കോവിഡ് കാലത്താണ് ആംബുലൻസ് ഓടിച്ചു തുടങ്ങിയത്. ഇന്നിപ്പോൾ വൈകുന്നേരം വരെ ഡ്രൈവിംഗ് പരിശീലനം, പിന്നെ ആംബുലൻസ്. ഇതിനിടെ സമയവും അവസരവും വന്നാൽ നാഷണൽ പെർമിറ്റ് ലോറിയിലും കയറും. മലപ്പുറം ജില്ലയിലെ ആദ്യകാല ഡ്രൈവിംഗ് പരിശീലക കൂടിയാണിവർ. സഫിയ പറയുന്നു തൻ്റെ അനുഭവങ്ങൾ. കുറച്ച് റിസ്ക് ആണ്, എങ്കിലും നമ്മളത് ഏറ്റെടുത്തിട്ട് അതിൻ്റെതായ ലെവലിൽ ചെയ്തു കൊടുക്കുന്നു. ഹെവി ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഡെയിലി വണ്ടി ഓടിക്കുന്ന ആൾക്കാരും തീരെ വണ്ടി ഹെവി ഓടിക്കാത്ത ഞാനും കൂടെ പോയി നോക്കുമ്പോൾ മറ്റുള്ളവർ തോറ്റ് കണ്ടു. എങ്കിലും നമുക്ക് സന്തോഷം എന്നല്ല പറയാം, അങ്ങനെ ഒരു ഇതിൽ ഞാൻ രക്ഷപ്പെട്ടിട്ട് കണ്ടു. ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ പാസ്സായി പോന്നു. ആംബുലൻസ് ഓടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ നാഷണൽ പെർമിറ്റ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് ലോഡായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നി മറ്റേ ചെറു വണ്ടിനേക്കാളും നല്ലത് ഇതാണ്. മറ്റുള്ള വാഹനങ്ങളൊക്കെ വഴി തരുന്നുണ്ടല്ലോ, പിന്നെ ഒത്തിരി പൊക്കത്തിലിരിക്കണ കാരണം എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആംബുലൻസിലേക്ക് ചാടിയത്. ആംബുലൻസ് ഓടിച്ചപ്പോൾ തോന്നി അതിനേക്കാളും ബെറ്റർ ആംബുലൻസ് ആണല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ആംബുലൻസിനോട് തന്നെയാണ് കൂടുതലും. സ്വകാര്യ ഡെന്റൽ കോളേജിലെ ഡ്രൈവറായ ഭർത്താവ് അബൂബക്കറും മക്കളായ അസ്ബിയയും അസ്ലമും അസ്നിയയും പരിപൂർണ പിന്തുണയുമായി സഫിയയുടെ കൂടെയുണ്ട്. സഫിയയ്ക്ക് ഇനിയുമുണ്ട് ഒരു സ്വപ്നം. മനസ്സിലുള്ളൊരാഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അസാഡ് ലൈസൻസ് ഉണ്ട്, അങ്ങനെ ഒരു വണ്ടിയിൽ കയറണം, ഇവിടെ നിന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ട് പുറത്തേക്കൊന്ന് പോയാൽ കുഴപ്പമില്ല എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2-3 പമ്പിൽ നിന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഗൾഫിൽ പോകണോ, ഞങ്ങൾ വിസ തരാം, ഞങ്ങളുടെ കമ്പനി അവിടെ ഉണ്ട് എന്നൊക്കെ. പക്ഷെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ ഇതൊക്കെ കൂടെ ഒന്നും കിട്ടണ്ടേ എന്നുള്ളതിന്. വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന ഈ വനിത അതും ഏറെ വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാർദ്ധക്യത്തോട് മല്ലിട്ട് 73-ാമത്തെ വയസ്സിലും കൃഷി ഉപജീവന മാർഗമാക്കുന്ന വീട്ടമ്മയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിനി ശശികല. പ്രതിസന്ധിയുടെ പടുകുഴിയിൽ വീണുപോകുന്നവർക്ക് പ്രചോദനമാണ് ഈ 73-കാരിയുടെ ജീവിതം. 23 വർഷം മുമ്പ് 4 മക്കളെയും ശശികലയെയും തനിച്ചാക്കി വിശ്വംഭരൻ ചേട്ടൻ യാത്ര പറയുമ്പോൾ പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളുള്ള ഈ അമ്മയ്ക്ക് ആകെയുള്ള ആശ്രയം കൃഷി മാത്രമായിരുന്നു. അന്നു തൊട്ട് ഇന്ന് വരെ തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ ചിരി പേറുന്നവളാണ് ശശികല. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 23 വർഷമായി. 2000 മരിച്ചതാ. അന്ന് മുതൽ മക്കള്, എൻ്റെ മകൻ 4-മത്തതാണ്, ഏറ്റവും ഇളയതാണ് ആണ്. മൂത്ത 3 പെൺപിള്ളേരായിരുന്നു. ചേട്ടന് ഇങ്ങനെ പ്രഷർ വന്ന് തളർന്നിട്ട് ജോലിക്കൊന്നും പോകാതെ അങ്ങനെ ആയിപ്പോയി. അന്ന് നാൾ തൊട്ട് കൃഷിയാ, വേറെ ഒന്നിനും വിടത്തില്ലായിരുന്നു. അന്ന് വേറെ ഒരു പണിക്ക് വന്നതിനെ അവർ ഇട്ടിട്ടില്ല. അന്ന് നാൾ തൊട്ട് കൃഷിയാ. പിന്നെ ഇന്ന് ഇപ്പോഴിങ്ങനെയാണെങ്കിലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിലൊക്കെ പച്ചക്കറി എടുക്കാൻ ആളിരിക്കും. അന്നൊക്കെ വട്ടിയിലാണ് നമ്മൾ തലേ വെച്ച് കൊണ്ടുകൊണ്ട് പോയി കൊടുക്കണം. ഈ റോഡ് നില കൊടുത്ത് കന്നിക്കുഴി കൊണ്ട് കൊടുത്ത് പൈസയും മേടിച്ച് സാധനവും വാങ്ങിച്ചാൽ തിരിച്ചു വരുന്നത്. 3 പെൺമക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, ഇളയ മകന്റെ പഠനം, എല്ലാത്തിനോടും കുടുംബം കടപ്പെട്ടിരിക്കുന്നത് ഈ മണ്ണിനോടാണ്. നമ്മൾ അധ്വാനിക്കുന്ന എല്ലാം കൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു തീർത്ത് ഇതുവരെ. അന്നും അല്ല കൃഷിയുണ്ട്, കൃഷിയില ഉള്ളു, അല്ലാതെ വേറെ ഒരു ജോലി എനിക്കില്ല. അന്നോളെ എനിക്ക് കൃഷി അറിയാം. ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ എല്ലായിടത്തും വെച്ച് പിടിപ്പിച്ചു കൊണ്ട് കൊടുത്തു, പൈസ വാങ്ങിച്ചു, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയി. മാൻ്റെ കാര്യം നടത്തും, മക്കളെയും പഠിപ്പിച്ച് 3 മക്കളെയും പഠിപ്പിച്ചാണ് അവരെയൊക്കെ വിവാഹം ചെയ്ത് കിട്ടുക. ഇന്നിപ്പോൾ ശശികല അമ്മയ്ക്കില്ലാത്ത കൃഷിയില്ല. 73-ാമത്തെ വയസ്സിലും തന്റെ ഇടത്തോടെ ജീവിക്കുന്നു. കൃഷി എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. മോനുണ്ടായിരുന്നപ്പോൾ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2ാം ഘട്ടം ഞാൻ ഇട്ടിരിക്കുകയല്ല. മോൻ പോയപ്പോൾ എല്ലാം തീരാനായിരുന്നു. അത് കഴിഞ്ഞ് 2ാം ഘട്ടം ഇപ്പം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രിപ്പൊക്കെ ഇട്ടതല്ലായിരുന്നു.
പിന്നെ നമ്മൾ എല്ലാം കപ്പലണ്ടിയൊക്കെ ഇട്ട് പറിച്ച് ഇപ്പോൾ ഉണക്കി മാന് UK കൊടുത്തിട്ട് പച്ചക്കറികളെല്ലാം കയറ്റിവിട്ട് നെല്ല് കൊയ്ത് കുത്തരി കുത്തിച്ച് അരി കൊടുത്തുവിട്ട്. രണ്ട് വെയിലേറ്റാ വാടിപ്പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഈ അമ്മച്ചി ഒരു സർവകലാശാലയാണ്. അപ്പൊ ഈ അമ്മച്ചിയുടെ അത്രയും കരുത്തൊന്നും ഇല്ലെങ്കിലും ആലപ്പുഴയിലെ രണ്ട് കരുത്തരായ വനിതകൾ നിങ്ങളോട് സൈൻ ഓഫ് പറയുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശശികലാമയും ശരണ്യ സ്നേഹജനും. സംരംഭക രംഗത്ത് ഇടുക്കിയുടെ രാജകുമാരിയാണ് സിഗ്നോര ഫാബ്രിക്സിന്റെ ഉടമ ഷൈനി രവി. രാജകുമാരി കിൻഫ്ര അപ്പാരൽ പാർക്കിലെ യൂണിറ്റിലൂടെ തൊഴിൽ നൽകുന്നത് 65 വനിതകൾക്കാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലെ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമായി മാറിയ ഉൽപ്പന്നങ്ങളുടെ വിജയത്തിന് പിന്നിൽ ഷൈനിയുടെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണുള്ളത്. ൽ ചെറിയ വസ്ത്രവിൽപ്പന സ്ഥാപനമായാണ് സിഗ്നോരയുടെ തുടക്കം. ബെഡ് കവർ, തലയണ കവർ തുടങ്ങിയ ഹൗസ് കീപ്പിംഗ് തുണികളും നൈറ്റികളുമായിരുന്നു വിപണിയിലെത്തിച്ചത്. വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനായി സ്വന്തമായി വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം വീടുകളിലിരുന്ന് തയ്ക്കുന്നവർക്ക് തുണിത്തരങ്ങൾ എത്തിച്ചു നൽകിയാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയത്. പിന്നീട് രാജകുമാരി കുളപ്പറച്ചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്ക് ലീസിനെടുത്ത ഉൽപാദനം ഒരു കുടക്കീഴിലാക്കി. നിലവിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന 65ഓളം സ്ത്രീകൾക്ക് സിഗ്നോര തൊഴിൽ നൽകുന്നുണ്ട്. ചെറിയൊരു 2 ലക്ഷം രൂപ ലോൺ എടുത്ത് ചെറിയൊരു ഷോപ്പിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്ത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ക്വാളിറ്റിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് എന്നൊരു രീതിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനോടനുബന്ധിച്ച് വേറെ സ്ഥലങ്ങളിൽ ജോബ് വർക്ക് കൊടുത്തുകൊണ്ടിരുന്നതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒറ്റ യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ വസ്ത്രങ്ങളാണ് യൂണിറ്റിൽ തയ്യാറാക്കുന്നത്. നിലവിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇവ വിൽക്കുന്നുണ്ട്. ഒപ്പം 2 പ്രമുഖ കമ്പനികൾക്കായും വസ്ത്രങ്ങൾ തയ്യാറാക്കി നൽകുന്നു. നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ലേഡീസ് ഡെയിലി വെയേഴ്സും മെറ്റേണിറ്റി വെയേഴ്സും കിഡ്സിൻ്റെ ഫ്രോക്കുകളുമാണ്. അതുകൂടാതെ അത് വന്നിട്ട് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഇപ്പം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സ്പോർട്ടിങ് നമ്മൾ നോക്കുന്നുണ്ട്, ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ. പിന്നെ 2 ഇന്ത്യയിലെ പ്രമുഖ 2 ബ്രാൻഡുകളുടെ ജോബ് വർക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കർഷക കുടുംബാംഗമായ ഷൈനിയുടെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ് സിഗ്നോരയുടെ വിജയമന്ത്രം. വിവിധ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സമീപ മേഖലകളിലെ നിരവധി പേർക്ക് ആശ്രയമായ പ്രസ്ഥാനമായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുത്തത്. സിഗ്നോരയെ വിദേശ മാർക്കറ്റുകളിൽ എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഷൈനി. ന്യൂസ് 18 ഇടുക്കി. ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര കഠിനമായ വഴികളും അനായാസം തരണം ചെയ്യുന്നവരാണ് സ്ത്രീകൾ. അത്തരമൊരാളെ വനിതാ ദിനത്തിൽ ന്യൂസ് 18 നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശിനി ഷിൻഡു. വേറിട്ട ഒരു പെൺകരുത്താണ് ഷിൻഡു. സമയം പുലർച്ചെ 4. നാടും വേമ്പനാട്ട് കായലും ഒരുപോലെ നിശബ്ദം. പലരും വീടുകളിൽ സുഖ ഉറക്കത്തിന്റെ അവസാന യാമങ്ങളിലേക്ക് കടക്കുമ്പോൾ ഷിൻഡു ഇവിടെ നിലനിൽപ്പിനായുള്ള യാത്ര ആരംഭിക്കുകയാണ്. വേമ്പനാട്ട് കായലിന്റെ മടിത്തട്ടിൽ വളർന്നവളാണ്. കുടുംബത്തിന് താങ്ങായി മുന്നേ നിന്ന് നയിക്കുന്നവളാണ്. വെട്ടം വീഴുന്നതിന് മുമ്പ് ചീനവല ഉയരണം. അതിൽ പിടയ്ക്കുന്ന മീനാണ് വീടിന്റെ അന്നം. അവൾ തുഴഞ്ഞു തുഴഞ്ഞ് ജീവിതത്തിന്റെ മറുകര താണ്ടുന്നു. ആണാധിപത്യമുള്ള തൊഴിലിടത്ത് വേറിട്ട കാഴ്ചയാണിവൾ. മാനത്ത് വെള്ള കീറുമ്പോൾ മടങ്ങിയെത്തണം. അമ്മത്തലോടലേൽക്കാൻ 2 കുഞ്ഞുങ്ങൾ. ഇനിയാണ്
അവൾ അവളിലേക്കുള്ള യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. ഇവിടെ ഷിൻഡു നമ്മൾ ഇതുവരെ കണ്ട ആളെയല്ല. ഗവേഷകയും അധ്യാപികയുമാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കുറുവിലങ്ങാട് ദേവമാതാ കോളേജിൽ മലയാള സാഹിത്യത്തിൽ PhD ബിരുദം നേടാനായി തയ്യാറെടുക്കുന്നു. ഭർത്താവ് സുധിയും അച്ഛൻ സുഖവുമെല്ലാം അവളുടെ പെൺകരുത്തിനൊപ്പം അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു. ഒട്ടും എളുപ്പമല്ലാത്ത വഴിയിലൂടെയാണ് ഷിൻഡുവിന്റെ ജീവിത നൗക ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വനിതാ ദിനാശംസകൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇരുളടഞ്ഞ ജീവിതത്തെ നൃത്തം ചെയ്തും നൃത്തം പഠിപ്പിച്ചും വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു അത്ഭുത പ്രതിഭയുണ്ട് കോഴിക്കോട്. 9 മാസം ഗർഭിണിയായിരിക്കെ ഭർത്താവ് മരിച്ചിട്ടും ജന്മം നൽകിയ മകളെ പോലും നോക്കാനാവാത്ത വിധം മനസ്സ് കൈവിട്ടുപോയിട്ടും ചിലങ്കയുടെ താളം കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന പ്രിയ വിജേഷിന്റെ വിശേഷങ്ങൾ കാണാം. ശ്രീജിത്ത് സി കല്ലുമുട്ടിയുടെ റിപ്പോർട്ട്. പഠിക്കുന്ന സ്ഥാപനം, കേരളത്തിലെ ആദ്യത്തെ ഡാൻസ് തെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ കുറേ ബഹുമതികൾ ഗൗരിശങ്കരത്തിന് സ്വന്തമാണ്. ഇതിപ്പോൾ 10 വർഷമായിട്ട് ഇവിടെ പല ഏജിലുള്ള 3 മുതൽ 73 വയസ്സ് വരെ പ്രായമുള്ള ഏകദേശം 350ഓളം സ്ത്രീകൾ ഡാൻസ് പഠിക്കുന്ന, ഡാൻസ് തെറാപ്പി ബെനിഫിറ്റ് ഉൾക്കൊള്ളുന്ന, ഇപ്പോഴും ക്ലാസ് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് ഗൗരിശങ്കരം. നോർമലി നമുക്ക് ചിന്തിച്ചാൽ 8 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് പറ്റി നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഭക്ഷണം നേരാവണ്ണം കഴിക്കില്ല, കുട്ടിയുടെ ഡെലിവറി തന്നെ മര്യാദയ്ക്ക് നടക്കുമോ എന്നുള്ളത് പേടിയായിരുന്നു. പക്ഷേ ദൈവസഹായത്തിൽ എനിക്ക് വളരെ ആരോഗ്യവതിയായിട്ട് മോളെ കിട്ടി. പക്ഷേ അവൾ കുഞ്ഞാകുമ്പോൾ എൻ്റെ ആ ഒരു ഡിപ്രഷൻ എല്ലാം അവളെയും ബാധിച്ചിരുന്നു. അവൾ ഡിപ്രഷൻ അല്ല, അവൾ കുറച്ച് മൂടിയായിരുന്നു, കുറച്ച് പിൻവലിയുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു. പക്ഷേ ഈ തെറാപ്പിയിലൂടെ ഞാൻ മാറിയ കൂടെ തന്നെ എൻ്റെ മോളും എൻ്റെ ഗൗരിയും മാറി തുടങ്ങി. ഗൗരിശങ്കരത്തിൻ്റെ പാതിയാണ് അവൾ, ഗൗരിയാണ് പേര്. അപ്പോൾ അവൾ മാറി തുടങ്ങി. ഇപ്പോൾ വളരെ ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. അവളൊരു നല്ലൊരു നർത്തകി കൂടിയാണ്. ഇടവേള. ആയോധന കലകളിലെ പുരുഷ മേധാവിത്വം കാലാതിവർത്തിയായി തുടരുന്നതാണെങ്കിൽ ആ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് മലപ്പുറം എടപ്പാളിലെ ഒരു പറ്റം മെഡിക്കുകൾ. എടപ്പാൾ HGS കളരിയിലെ ഹനീഫ ഗുരുക്കളുടെ 2 പെൺമക്കൾ ഇന്ന് ലോകമറിയുന്ന കളരിപ്പയറ്റുകാരാണ്. ഇവർക്ക് കീഴിൽ കളരി അഭ്യസിക്കുന്നതോ 50-ലധികം പെൺകുട്ടികളും. ആരിഫയും അൻഷിഫയും ചരിത്രം തിരുത്തുമ്പോൾ ഹനീഫ ഗുരുക്കൾക്കിത് ആത്മനിർവൃതിയുടെ നിമിഷം കൂടിയാണ്. 4, 5, 3, 4. ആൺമൈക്കോയ്മയുടെ ഹുങ്കുംപേര് നടക്കുന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഉള്ളൊന്നു കിടുങ്ങിയേക്കും. 1-2മല്ല, 50-ലധികം ഉണ്ണിയാർച്ചമാരാണ് ഇവിടെ കച്ചമുറുക്കുന്നത്. ഹനീഫ ഗുരുക്കളുടെ പിതാവ് ഹംസത്തലി ഗുരുക്കളുടെ പിന്തുടർച്ച ആരിഫയിലൂടെയും അൻഷിഫയിലൂടെയും ആസിഫിലൂടെയും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയാണ്. അൻഷിഫയും ആസിഫും കളരാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്തായതിനാൽ ആരിഫയാണ് ഇപ്പോൾ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത്. ൽ ആരിഫയെ ഹനീഫ ഗുരുക്കൾ കച്ചകെട്ടിച്ചപ്പോൾ ചുളിഞ്ഞ പുരുകക്കൊടികൾ ഏറെ വൈകാതെ ഈ ഉറുമിത്തലകളുടെ നടനധ്വനികൾ ഉണർന്നതോടെ നിവർന്നു. ആരിഫയ്ക്ക് പിന്നാലെ അൻഷിഫയും കളരിയിലെത്തി. ആ ചുവടുപറ്റി പിന്നീട് അനവധി പെൺകുട്ടികളും.
ആണിനൊപ്പമോ അതിനു മുൻപിലോ പയറ്റി നിൽക്കും ഇന്ന് ഈ കുട്ടികൾ. ഹനീഫ ഗുരുക്കൾ ഓർത്തെടുക്കുകയാണ് മക്കളെ കളരിയിലെത്തിച്ച കാലം. 2008 മുന്നേ ആയിട്ട് ആരിഫ വേദിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അന്ന് ആരിഫ മാത്രമേ പെൺകുട്ടിയായിട്ട് നമ്മളെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നുള്ളൂ, കളരിയിൽ. പിന്നെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ പലവരും പറഞ്ഞ് പെൺകുട്ടികളെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പെൺകുട്ടികൾക്ക് അത് ഇതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനെ അങ്ങോട്ട് മാനിച്ചില്ല എന്നുള്ളതല്ല, ഞാൻ അങ്ങോട്ട് ഗൗനിച്ചില്ല. പക്ഷേ അതേ ആളുകൾക്ക് തന്നെ ആ കുട്ടികളെ തിരിച്ച് പറഞ്ഞിട്ട് ചേർക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇന്ന് എൻ്റെ കളരിയിൽ 50-ലേറെ പെൺകുട്ടികളുണ്ട്. ഒക്കെ ആരിഫയുടെയും അൻഷിഫയുടെയും ഇവരുടെയൊക്കെ കീഴിൽ തന്നെയാണത്. ആരിഫ ഇന്ന് കളരി ആചാര്യയാണ്, ഒപ്പം ഇന്നും പിതാവിന്റെ ശിഷ്യയുമാണ്. കളരി പഠനം ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങളും ഗുണങ്ങളും ഏറെയെന്ന് ആരിഫ പറയുന്നു. ചെറുപ്പം മുതലേ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് എ മാസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ എന്ന മേഖലയ്ക്ക് ഞാൻ വരുന്ന കുട്ടികൾക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ആളെന്ന ഇതിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ചൊരു +1 +2 ഒക്കെ ആയപ്പോൾ തുടങ്ങി പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് കുട്ടികളായി. അപ്പോൾ പിന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഈ സ്പെഷ്യൽ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.